കുട്ടികളെ നമസ്കാരം. എന്ത് ചെയ്യുന്നതിനും നല്ല വഴി തിരഞ്ഞെടുക്കുന്നതിന് സത്സംഗം ചെയ്യുക, നല്ല ആൾക്കാരായിട്ട് ഇടപഴകുക എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിപത്രമാണ് ഉറവങ്കര ഖണ്ഡം 2 34 ശ്ലോകത്തിൽ വിവരിക്കണത്. നമുക്ക് ആദ്യം ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ധീമാനുലോകമഖില ക്രിയകൾക്കുമാശാൻ ആമാന്യ വാഹടനിവണ്ണമുരച്ചു സത്യം സാമാന്യ ലോകഗതി കണ്ടു നടന്നുകൊള്ളുന്നാമർത്ഥമോർക്കിൽ ഉപദേശമിതിൽ കഴിഞ്ഞു. ധീമാന് അഖിലക്രിയകൾക്ക് ആശാൻ ലോകമാണ്. ആ മാന്യവാഹടൻ ഇവണ്ണം സത്യം ഉരച്ചു. ഓർക്കിൽ ഇതിനർത്ഥം സാമാന്യ ലോകഗതി കണ്ട് നടന്നുകൊള്ളുക എന്നാണ്. ഉപദേശം ഇതിൽ കഴിഞ്ഞു എന്ന ഏകദേശം ഇതിൻ്റെ ഒരു അന്വയം പറയാം. ധീമാന് അതായത് ബുദ്ധിമാന്, വിദ്വാന്, അഖിലക്രിയകൾക്ക് എല്ലാത്തരം പണികൾക്കും ആശാൻ, ഗുരുനാഥൻ, ആചാര്യൻ. ആരാണ്? ലോകം ആണ്. അതായത് ബുദ്ധിയുള്ള ആൾക്ക് ലോകം തന്നെയാണ് ആശാൻ, എല്ലാ പണികൾക്കും എന്നർത്ഥം. ഇത് ആരാ പറഞ്ഞത്? ആ മാന്യവാഹടൻ ഇവണ്ണമുരച്ചു സത്യം. ആ മാന്യനായിട്ടുള്ള, വളരെ ആദരണീയനായിട്ടുള്ള വാഹടൻ, വാഹടൻ എന്ന് പറഞ്ഞാൽ വാഗ്ഭടൻ, നമ്മുടെ ആയുർവേദത്തിൻ്റെ അഷ്ടാംഗഹൃദയം എന്നുള്ള മഹത് ഗ്രന്ഥം എഴുതിയ ആളാണ്. അദ്ദേഹമാണ് ഈ സത്യം, ഈ പരമാർത്ഥമായുള്ള കാര്യം ഉരച്ചിട്ടുള്ളത്, അതായത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് കവി പറയുന്നത്. ഇതിൽ ലോകം ഗുരുനാഥനാണ് എന്നാണ്. അതെങ്ങനെ? ലോകത്തിൽ ചരാചരങ്ങൾ എല്ലാം ഗുരുക്കന്മാരാണ് എന്ന് ഒരു സങ്കല്പമുണ്ട്. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലിപ്പോൾ ഭൂമി, വായു, ആകാശം, അഗ്നി എല്ലാം, തേനീച്ച, ആന, പെരുമ്പാമ്പ്, എട്ടുകാലി പറഞ്ഞിട്ട് അനവധിയുണ്ട്. 24 അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ലോകം മുഴുവനാണ്. അപ്പം ഭൂമി എങ്ങനെയാണ് ഗുരു ആവണത്? ഭൂമി ക്ഷമ. ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? കിളയ്ക്കണോ, കിണർ കുഴിക്കണോ, അതിൽ കന്നു കൂട്ടണോ, എന്തൊക്കെ ഇതായാലും ഭൂമി അതിൻ്റെ വഴിയിൽ നിന്ന് ഒരു കടുകട മാറാതെ കണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സർവം സഹ എന്ന പേര് തന്നെയുണ്ട് ഭൂമിക്ക്. അതുപോലെ കാറ്റ് എന്ന് പറഞ്ഞാൽ സുഗന്ധമായാലും ശരി ദുർഗന്ധമായാലും ശരി അത് ഒരുപോലെ വഹിക്കുന്നതാണ്. ഇതൊന്നൊക്കെ ഓരോരോ തത്വങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് ഓരോ വഴി കാട്ടും ഗുരുക്കന്മാരാണ് ഇവരൊക്കെ. അതാണ് ലോകം അഖിലക്രിയകൾക്കും ആശാനാണ്. ധീമാനം, ബുദ്ധി ഉണ്ടെങ്കിൽ എന്നർത്ഥം. ധീമാനം, അറിവുള്ള ആൾക്ക്. അപ്പം ഇതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് അടുത്ത ഉത്തരാർത്ഥത്തിൽ കവി പറയണത്. സാമാന്യ ലോകഗതി കണ്ട് നടന്നുകൊള്ളുന്നാം അർത്ഥം ഓർക്കിൽ. അതായത് ഓർത്തു നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സാമാന്യമായിട്ട് പൊതുവെ ഉള്ള ലോകഗതി, ലോകത്തിൻ്റെ ഒരു പോക്ക്, അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം നമ്മൾ നടക്കാൻ, നമ്മൾ പെരുമാറാൻ, നമ്മൾ മുന്നോട്ട് പോവാൻ എന്നർത്ഥം. അതായത് ലോകഗതി കണ്ടിട്ട് അതിനനുസരിച്ച് നമുക്ക്
തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന്. ഇത്രയാണ് ഇതിൻ്റെ പൊരുള്. ഉപദേശം ഇതിൽ കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞതുകൊണ്ട് ഉപദേശിക്കൽ ഇനി വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. ഇനി ഉപദേശം ഇതിലധികം ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ലോകം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുകയാണ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുള്ളൂ. അപ്പോൾ വേറൊരു ഗുരുവിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് കവി പറയുന്നത്. ചുരുക്കത്തിൽ ലോകത്തിൽ ഉള്ള അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന ഓരോന്നിനെയും ആചാര്യനായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം പഠിക്കണം. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഗുണമാവും. അല്ലാതെ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ മോശമായി എന്നുള്ള പറഞ്ഞുകൊണ്ട് വൃഥാ കാലം കളഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് ചുരുക്കം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ധീമാനുലോകമഖിലക്രിയകൾക്കുമാശാൻ ആമാന്യവാഹടനിവണ്ണമുരച്ചു സത്യം സാമാന്യ ലോകഗതി കണ്ടു നടന്നുകൊള്ളുകെന്നാമർത്ഥമോർക്കിൽ ഉപദേശമിതിൽ കഴിഞ്ഞു. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, കാട്ടിയത് കാട്ടിയാൽ കഴുമ്പ് കയറും. അത് അന്ധമായിട്ട് മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ സംഭവിക്കുന്ന സംഗതിയാണ്. ലോകത്തിൽ നല്ലവരെ അനുകരിക്കാം, അനുസരിക്കാം. ഓരോന്നും കൃത്യമായി കണ്ട് മനസ്സിലാക്കി ചെയ്യുകയാണെന്ന് വെച്ചാൽ 24 ലോകം മുഴുവന് ആചാര്യന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ ഓരോന്നും കണ്ട് മനസ്സിലാക്കി ചെയ്യണം എന്ന് മാത്രം. ഇത്രയാണ് ഈ കവി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.